ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു നടന്ന സംഭവമാണ്. ഒരു ദിവസം എൻ്റെ വൈഫ് ചാറ്റ് ജിപിടിയുടെ ഒരു ഹൊറർ സ്റ്റോറി ചോദിക്കുന്നു. എല്ലാ പ്രാവശ്യത്തെയും പോലെ ചാറ്റ് ജിപിടി ഒരു ഹൊറർ സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ ഇപ്രാവശ്യം അവൾ ശരിക്കും ഞെട്ടുന്നു. പക്ഷെ ഞെട്ടിയത് കഥ കേട്ടിട്ടല്ല, കഥയിലെ ഡീറ്റെയിലിംഗ് കേട്ടിട്ടാണ്. ഈ കഥയിൽ അവളുടെ വീട്, നാട്, ഓഫീസ് അങ്ങനെ തുടങ്ങി പേഴ്സണൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. ഇത് പോരെ, ഇനി പേടിക്കാൻ വേറെ എന്തെങ്കിലും വേണോ? ഇത്രയും പേഴ്സണൽ ഡീറ്റെയിൽസ് ചാറ്റ് ജിപിടിക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ചാറ്റ് ജിപിടി എന്താ സിദ്ധനാണോ? ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഞെട്ടണ്ട, പേടിക്കണ്ട. കാരണം മേഹൂന സംഗതി ഇത് ചാറ്റ് ജിപിടിയുടെ വളരെ നോർമൽ ബിഹേവിയർ ആണ്. നിങ്ങൾ ഓരോ പ്രാവശ്യവും പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ ചാറ്റ് ജിപിടി മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. ഈ ഡാറ്റ പിന്നെ ചാറ്റ് ജിപിടി നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് അടുത്ത റെസ്പോൺസ് മാക്സിമം പേഴ്സണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അങ്ങനെ ആ ഡൗട്ട് ക്ലിയർ ആയി. അവൾ ഇട്ടുകൊടുത്ത സെയിം ഡാറ്റ ഉപയോഗിച്ച് തന്നെയാണ് ചാറ്റ് ജിപിടി സ്റ്റോറി ഉണ്ടാക്കി കൊടുത്തത്. പക്ഷേ ഇതുപോലെ നമ്മളെപ്പറ്റി ചാറ്റ് ജിപിടിക്ക് എന്തൊക്കെ അറിയുന്നുണ്ടാവും, ചാറ്റ് ജിപിടി എന്തൊക്കെ മെമ്മറിയിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിൽ ചാറ്റ് ജിപിടി ആപ്പ് എടുത്തിട്ട് അതിൽ സെറ്റിങ്സിൽ പോവുക, പേഴ്സണലൈസേഷൻ, മെമ്മറി, മാനേജ് മെമ്മറീസ്. ഇതിൽ ചാറ്റ് ജിപിടി നിങ്ങളെപ്പറ്റി എന്തൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇത് മൊത്തത്തിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ഓൾ കൊടുക്കാം, അതും അല്ലെങ്കിൽ ആവശ്യമില്ലാത്തത് മാത്രം ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ചാറ്റ് ജിപിടി യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നേരെ വിട്ടോ ചാറ്റ് ജിപിടി ആപ്പിലേക്ക്.